ഓൾ ഇൻ ഓൾ മോം ആൻഡ് ഇൻഫന്റ് കെയർ സ്റ്റോറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുഞ്ഞുങ്ങളുടെ സുരക്ഷയെ പറ്റിയാണ് ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത്. സുരക്ഷ എന്ന് പറയുന്നത് പ്രത്യേകിച്ചും വാഹനങ്ങളിൽ യാത്ര ചെയ്യുമ്പോഴുള്ള സുരക്ഷ, പ്രധാനമായും കാറിൽ സഞ്ചരിക്കുമ്പോഴുള്ള സുരക്ഷയാണ് ഞാൻ ഇന്ന് സംസാരിക്കുന്നത്. നമ്മുടെയും നമ്മുടെ കുടുംബത്തിൻ്റെയും സുരക്ഷ എന്ന് പറയുന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് കാര്യമാണല്ലോ. അതിനോടൊപ്പം നമ്മൾ കുഞ്ഞുങ്ങളെ ചില ശീലങ്ങൾ ശീലിപ്പിക്കേണ്ടതുണ്ട്. പ്രത്യേകിച്ച് ഈ കാർ സീറ്റർ പോലെയുള്ള സംവിധാനങ്ങൾ ഉപയോഗിക്കുമ്പോൾ കുഞ്ഞുങ്ങൾ കരയുകയൊക്കെ ചെയ്യുമായിരിക്കും. അതൊന്നും നമ്മൾ കാര്യമേ ആക്കണ്ട. ചെറിയ ന്യൂബോൺ പ്രായത്തിൽ യൂസ് ചെയ്യുന്ന കാർ സീറ്ററാണിത്. നമുക്ക് ഹോൾഡ് ചെയ്ത് കൊണ്ട് പോകാനും ഒക്കെ പറ്റും. ഇതിൽ ബെൽറ്റ് സംവിധാനങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ന്യൂബോൺ ബേബി ആണെങ്കിൽ ഈ ഒരു കാർ സീറ്റർ നമ്മൾ ഉപയോഗിച്ച് തുടങ്ങിയാൽ നോർമൽ കാർ സീറ്റിലോട്ട് അവരെ മാറ്റുന്നതിന് നമുക്ക് ഒരു ബുദ്ധിമുട്ടും കാണില്ല. ഇൻ കേസ് കുഞ്ഞ് ഇച്ചിരി കൂടെ വലിയ ബേബി ആണെങ്കിൽ ഇതിപ്പോൾ ISO ഫിക്സ് കാർ സീറ്റാണ്. 3 തരം കാർ സീറ്റുകൾ വിപണിയിലുണ്ട്. 3 മോഡലല്ല ഞാൻ ഉദ്ദേശിച്ച 3 തരം. അതിൽ ഒന്നാമത്തേതെന്ന് പറയുന്നത് ഇൻഫന്റ് ബേബിക്ക് യൂസ് ചെയ്യുന്നതാണ്. ഇത് കാർ സീറ്റിൽ ബെൽറ്റ് സംവിധാനത്തോടു കൂടി ഉപയോഗിക്കുന്നതാണ്. പിന്നെ ഈ മോഡലിൽ തന്നെ ബെൽറ്റ് സംവിധാനം ഉള്ളതുമുണ്ട്, ISO ഫിക്സും ഉണ്ട്. ഈ കാണിക്കുന്ന മോഡൽ ISO ഫിക്സ് സംവിധാനമാണ്. ISO ഫിക്സ് സംവിധാനം എന്ന് പറയുന്നത് പുതിയ തരം കാറുകളിൽ മാത്രമായിരിക്കും ISO ഫിക്സ് കൂടുതലും കണ്ടുവരുന്നത്. അപ്പോൾ അങ്ങനെയുള്ള കാറുകൾക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ISO ഫിക്സ് വരുന്നത്. നോർമൽ കാർ സീറ്റ് കാണാൻ ഇതുപോലെ തന്നെ ഇരിക്കും, പക്ഷെ ഇതുപോലെ ബെൽറ്റ് സംവിധാനം നമുക്കതിൽ കണക്ട് ചെയ്ത് യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ ഈ 3 തരവും കാർ സീറ്റുകളും അവൈലബിൾ ആണ്. അപ്പോൾ തീർച്ചയായും നമ്മൾ ഇതൊരു ശീലമാക്കുക. വലിയ ആൾക്കാർ കാറിൽ സീറ്റ് ബെൽറ്റ് യൂസ് ചെയ്യുന്നത് നമ്മൾ ശീലമാക്കിയതുപോലെ കുഞ്ഞുങ്ങളെയും ഈ ഒരു സംവിധാനം ഉപയോഗിക്കാൻ നമ്മൾ ശീലമാക്കി എടുക്കേണ്ടത് അത്യാവശ്യ കാര്യമാണ്. അവരുടെ സുരക്ഷയ്ക്ക് വേണ്ടി നമ്മളത് തീർച്ചയായും പാരൻസ് മുന്നോട്ട് വരണം. അപ്പോൾ ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ, ഇതിപ്പോൾ നിയമപരമായി നിർബന്ധമാക്കിയിരിക്കുകയാണ്. അപ്പോൾ ഇപ്പോഴേ അതിനുള്ള സംവിധാനങ്ങൾ നിങ്ങൾ ചെയ്തു തുടങ്ങുക. ചെറിയ കുട്ടികളെ മുൻസീറ്റിൽ ഒറ്റയ്ക്ക് ഇരുത്തിയോ അമ്മമാരുടെ മടിയിൽ വെച്ചോ യാത്ര ചെയ്യുന്നത് മോട്ടോർ വെഹിക്കിൾ നിയമപ്രകാരം ശിക്ഷാർഹമാണ്. അപ്പോൾ നമ്മൾ അതിന് പ്രത്യേകം ശ്രദ്ധിക്കുക, അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടാകാതിരിക്കാൻ നോക്കുക. അപ്പോൾ കാർ സീറ്റ് നമ്മുടെ സീറ്റിന്റെ പുറകിലത്തെ സീറ്റിലാണ് ഇത് ഫിക്സ് ചെയ്യുന്നത്. അപ്പോൾ അത് അങ്ങനെ ഫിക്സ് ചെയ്ത് വെച്ച് സ്ഥിരമായി ഫിക്സ് ചെയ്ത് വെക്കുകയും നമുക്ക് ഇതെല്ലാം ആവശ്യമില്ലെങ്കിൽ എടുത്ത് മാറ്റാവുന്നതാണ്. ഇപ്പോൾ വേറെ ആൾക്കാരൊക്കെ കൂടുതൽ സഞ്ചരിക്കാനുണ്ട്, ബേബി കൂടെ വരുന്നില്ലെങ്കിൽ ഈ കാർ സീറ്റുകളെല്ലാം നമുക്ക് എടുത്ത് മാറ്റിയിട്ട് ആ സീറ്റ് യൂസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും പ്രയോജനപ്പെടട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഇത് നമുക്ക് എന്തായാലും എല്ലാവരും അലർട്ടാകേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ അവർക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പുതിയ ആൾക്കാരാണ് കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കൺ എനേബിൾ ചെയ്താൽ പുതിയ പുതിയ വീഡിയോസ് വരുന്നത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതാണ്. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.